Hi friends, welcome to Craft Wonders. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കുക, ഇതെങ്ങനെ അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഡൗട്ടുകളായിട്ടുള്ള കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കി വിജയം കൈവരിച്ച ഒരു കൂട്ടം ആളുകളെയാണ്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്, ഏതൊക്കെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇവരാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ. ഇതൊരു ചെറിയൊരു കൂട്ടായ്മയായിരുന്നു. ഇവർ സാധാരണ ഈവനിങ് ഒരു ഫ്രീ ആകുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. ആ ഒരു സംസാരത്തിൽ നിന്നാണ് ഇവരൊരു എന്തെങ്കിലും വെറുതെ സംസാരിച്ച് വെറുതെ സമയം കളയാതെ അവരുടെ സമയം എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അതൊരു വരുമാന മാർഗ്ഗമാക്കുക എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു സോപ്പ് നിർമ്മാണത്തിലേക്ക് വന്നത്. സോപ്പ് നിർമ്മാണത്തിന് കൂടാതെ തന്നെ ഇവർ സോപ്പും പൊടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. മെയിൻലി ഇപ്പോൾ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് സോപ്പിലാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞ ആൾക്കാർ ഇവരെയാണ്. ഇവർ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് റസിയ. നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് കൂടിയപ്പോൾ കുടുംബശ്രീ കൂടിയിട്ട് എല്ലാവരും കൂടി ഇരിക്കുക, സന്തോഷമാവുക, അങ്ങനെ വിചാരിച്ച് കൂടിയതാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് തോന്നി. അങ്ങനെ അതിൻ്റെ ആൾക്കാരൊക്കെ വന്ന് ഞങ്ങൾക്ക് സോപ്പൊക്കെ ഉണ്ടാക്കി കാണിച്ചു തന്നു. ഞങ്ങൾ കൈകൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ആദ്യം ഹാൻഡ് മെയ്ഡ് ആയിട്ട് അവർ ചെയ്തിരുന്നത്. അങ്ങനെ അടുത്തൊക്കെ കൊടുക്കും. അങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒന്ന് വിചാരിച്ച് മിഷീനൊക്കെ ഇറക്കാം. അങ്ങനെ ഇവര് ഇപ്പൊ അവരൊരു എന്താ പറയാ കുറച്ച് ചെറിയൊരു വ്യവസായം എന്നുള്ള രീതിയിൽ ഒരു അവരതിനു വേണ്ടി ഗവൺമെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് അവര് മിഷീൻ ഇറക്കി അങ്ങനെ ഇത് ചെയ്തു അല്ലേ? ചേച്ചിയുടെ പേര് സാരല്ല. ചേച്ചി ഇതിലെ കൂട്ടായ്മയിലുള്ള ഒരാളാണ് അല്ലേ? എത്ര നാളായി നിങ്ങൾ ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട്? നമുക്ക് 1 വർഷം കഴിഞ്ഞു. എൻ്റെ പേര് ബിജി. നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് ഏതൊക്കെ ഫ്ലേവേഴ്സ് സോപ്പുകൾ ഇറക്കി? ജാസ്മിൻ, ചെമ്പകം, ലെമൺ, സാൻഡിൽ. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഫ്ലേവേഴ്സ്. ഏത് ടൈപ്പ് ഫ്ലേവേഴ്സിലും ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടുത്താം. ഇത്താടെ പേര് റഷീദ. ഇത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ? വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ പ്രത്യേകത ഇവർ പറയുന്നത് പരിശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഈ സോപ്പുകൾ ഉണ്ടാക്കുന്നത് അല്ലേ? നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഷക്കീല. 1 വർഷമായി തുടങ്ങിയിട്ട് അല്ലേ? 1 വർഷമായി തുടങ്ങി. ഇതെങ്ങനെ നിങ്ങൾ സെയിൽ ചെയ്യുന്ന? എങ്ങനെ നിങ്ങൾ ബൾക്കായിട്ട് ആൾക്കാർക്ക്? ഞങ്ങൾ ബൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടകളിലൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ റിലേഷനിൽ പെട്ടവര് വന്നു. പിന്നെ ഓൺലൈനിലും സെയിലും. ഓൺലൈനിലും നിങ്ങൾക്ക് ഈ സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുക, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കും അല്ലേ? നമ്മൾ ഷോപ്പുകളിലും കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇത് ചെയ്തിരുന്നത്? റസിയ. ഓക്കെ. തട വീട് ഇവിടെ പരിസരത്ത് തന്നെ. ഇവിടെ ഉള്ള ആൾക്കാരെല്ലാവരും ഇവിടെ അടുത്തടുത്തുള്ളവർ തന്നെയാണ്. അവരെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. റാഹത്ത്. നിങ്ങളിപ്പോ മുമ്പ് ഹാൻഡ് മെയ്ഡ് ആയിട്ടല്ലേ ചെയ്തിരുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് മിഷീൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. മിഷീനിലാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? പാക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? പാക്ക് ചെയ്ത് കൊടുക്കും. നെസ്സി. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ എൻ്റെ റിലേറ്റീവ്സ് ആണ്. ഇതൊക്കെ എൻ്റെ അയൽവക്കത്തുള്ള ആൾക്കാരാണ്. ഞാൻ ജസ്റ്റ് ഇവരെ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇതിന് നിങ്ങൾ സെയിൽ ചെയ്തിട്ട് അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല റിവ്യൂ ആണ്. എല്ലാവരും മേടിച്ചൊരു എപ്പോഴും വന്ന് മേടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സോപ്പിന് ഉപയോഗിക്കുന്നത് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കോംപ്ലിമെന്റ്. പേര് സുമി. നിങ്ങളുടെ സോപ്പിന്റെ പ്രത്യേകത എന്താണ്? പരിശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് നമ്മുടെ മേടിക്കുന്നത്. ഇത് ശരിക്കും 14 പേര് അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതിൽ കുറച്ച് പേരെ ഇപ്പൊ വന്നിട്ടുള്ളൂ, ബാക്കി ആരും വന്നിട്ടില്ല. അപ്പൊ അവര് നമുക്ക് പിന്നീട് പരിചയപ്പെടാം. അപ്പൊ ഇത് ഇവരെങ്ങനെ ഉണ്ടാക്കുന്നത്? മുമ്പ് ഇവരുണ്ടാക്കുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഇവർ ഉണ്ടാക്കിയിരുന്നത്. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ടും മോൾഡിൽ വെച്ച് ഡ്രൈ ചെയ്തിട്ടൊക്കെയാണ് ഇവർ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ ഇവർക്ക് മെഷീൻ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു മെഷീനാണ്. ചെറിയ കുടിയുള്ള വ്യവസായം എന്നുള്ള രീതിയിലൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പൊ ഇവർ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലൊക്കെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ കിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. IRTC എന്നാണ് ഇത് വാങ്ങിക്കുന്നത്. ഇതിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്താണ് ഉണ്ടാക്കുന്നത്. സോപ്പ് നിർമ്മിക്കാനായിട്ട് ഇവർ 3 തരം മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്ന മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോപ്പിൻ്റെ മിക്സ് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇവർ മിക്സ് ചെയ്തെടുക്കും. അതിനുശേഷം ഈ മിക്സ് ഒരു വലിയൊരു മോഡിൽ ഒഴിച്ച് അവരൊരു 24 മണിക്കൂർ അത് സെറ്റ് ചെയ്യാൻ വയ്ക്കും. അതിനുശേഷമുള്ളത് ഒരു കട്ടിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇത് കട്ട് ചെയ്യുന്നത്. ഇതിവർ 2-3 തവണ കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പ് ആകുന്നത് വരെ കട്ട് ചെയ്തെടുക്കും.
ഈ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനെ ഷെയ്പ്പാക്കി എടുക്കാനാണ്. അതിനായിട്ട് അവർ വേറെ മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു മെഷീനിൽ ഇവർ വെച്ച് ഇത് സോപ്പ് ഷെയ്പ്പാക്കി എടുക്കും. അതോടൊപ്പം തന്നെ അവരുടെ പേര് സ്റ്റാമ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ സോപ്പ് 2-3 ദിവസം ഡ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം പാക്ക് ചെയ്തിട്ട് ഇവർ വിപണിയിൽ എത്തിക്കുന്നു. നമുക്ക് റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ വഴിയും ഇവർ സോപ്പുകൾ എത്തിച്ചു കൊടുക്കുന്നു. ഇതിന് പുറമെ ഇവർ ഗ്ലിസറിൻ സോപ്പ്, ബ്യൂട്ടി സോപ്പ്, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനറും ഫിനോയിലും ഇതെല്ലാം ഇവർ നിർമ്മിച്ച് സെയിൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നൈസ് കൂട്ടായ്മയുടെ 1ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാതെ ആ സമയം വളരെ പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നൊരു വരുമാന മാർഗം ഉണ്ടാക്കുകയും ഒപ്പം അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് തിരിച്ചറിഞ്ഞ് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഇവർ തീർച്ചയായും മറ്റുള്ള വനിതകൾക്ക് ഒരു മാതൃകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. ബൈ ബൈ.